ഹായ് എവരിവൺ, നമുക്കിന്നൊരു ഫ്ലോറൽ നോട്ട്ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുഞ്ഞതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സെൻറ്ററിൽ നിന്നും ഒന്ന് മടക്കി, പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒന്നുകൂടെ മടക്കി, അങ്ങനെ ഒരു പേജിൽ നിന്നും ഒരു A4 ഷീറ്റിൽ നിന്നും നമുക്ക് 4 പേജസാണ് വേണ്ടത്. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ ബുക്കൊന്നല്ല ഉണ്ടാക്കുന്നത്, കുഞ്ഞു ബുക്കാണ്. അപ്പം കുറച്ച് A4 ഷീറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ്. ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ നല്ലതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. 2 സൈഡിലും ഇതുപോലെ ഒന്ന് ക്ലിപ്പിട്ട് വെക്കാം. അതൊന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിതിന് കവർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ ഒന്ന് ലൈൻസ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ലൈൻസിൽ നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ പേജ് വെക്കാനുള്ള ആ പ്ലേസ് ഒന്ന് റെഡി ആയി കിട്ടും. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ഒരു റാപ്പിംഗ് ഷീറ്റാണ്. അപ്പോൾ ഫ്ലോറൽ തീം ആയതുകൊണ്ട് ഫ്ലോറൽ തീമിൽ വരുന്ന ഒരു റാപ്പിംഗ് ഷീറ്റ് നോക്കിയിട്ട് തന്നെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ആ ഒരു കാർഡ്ബോർഡ് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആദ്യം കട്ട് ചെയ്തിട്ട് റാപ്പ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ കാർഡ്ബോർഡ് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തത്. അതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ കവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ച നമ്മുടെ പേജസ് എടുക്കാം. അപ്പോൾ പേജസ് ഒക്കെ നന്നായി ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി ഇതേ ഇവിടെ ഒന്നുകൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ പേജസ് അതിൻ്റെ മുകളിൽ വെക്കാം. ഇനി നമ്മൾ 2 സൈഡിലും ഇങ്ങനെ ഓരോ പേജ് ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും ഇത് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ കുഞ്ഞു ഫ്ലോറൽ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനെയുള്ള ഫ്ലോറൽ ബുക്ക്. അപ്പോൾ ഇതിൻ്റെ പേജസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലും അതുപോലെ നമ്മുടെ വീഡിയോസും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ കാണാം. മറ്റൊരു ക്യൂട്ട് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.